എത്ര വർഷമായി എന്നറിയാം കണ്ണൂർ ഒരു മത്തിൻ്റെ കൂട്ടം കാണാനായിട്ട്. നമ്മളെ മത്സ്യത്തൊഴിലാളികളെ പ്രധാന മീനാണ്. നമ്മൾ ബാക്കിൽ പറയും മക്കളെ പൂറ്റി. മുമ്പെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായാലായി. ഇപ്പം മാസത്തിൽ രണ്ടും. ഇപ്പം ഈ മാസം മാത്രം എത്ര ന്യൂനമർദ്ദമായി? നാളെ ഉണ്ട് പോലും ഒരു ന്യൂനമർദ്ദം. മാലിന്യം കടലിൽ പറയാൻ കഴിയാത്ത മാലിന്യം. അതിന് പുഴയിൽ ചാടിയാലും വന്ന് ചേരാ കടലിലാണ്. കടലിൽ ഉപേക്ഷിക്കുന്ന കൂട്ടരുമുണ്ട്. ഇപ്പം നമ്മളെ തൊഴിലാളികൾക്കും ബോധവന്മാരില്ലാത്ത കൂട്ടരാണ്. എന്തുകൊണ്ടെന്നറിയാം, കാലത്ത് വരുമ്പോൾ അവിടുന്ന് പാർസൽ വാങ്ങും. പാർസൽ പ്ലാസ്റ്റിക് കവറിൽ കിട്ടും. 40 ആളുണ്ട്, 40 ആൾക്ക് 40 കവറുണ്ടാവും. ഈ 40 കവറ് ഭക്ഷണം കഴിച്ചിട്ട് ചാടി കടലിൽ. ഇത് കേരളത്തിൽ അങ്ങനെ ഇങ്ങനത്തോളം ചാടുന്നുണ്ടാവില്ല. മത്സ്യക്കൂട്ടങ്ങളിലെല്ലാം കുറേ അന്യതയിൽപ്പെട്ട് കാണാത്ത പല മീനും അന്നെല്ലാം കിട്ടിയേക്കൊണ്ടിരുന്ന പല മീനും ഇന്ന് കാണായിട്ട് വർഷങ്ങളോളം. ഇപ്പോൾ ഏട്ട, നാവേട്ട, വില്ലേട്ട, കരിയേട്ട, വെങ്കിടിയേട്ട, വെള്ളേട്ട, ഇനിയുണ്ട് ഏട്ട, കാഞ്ഞേട്ട. ഇങ്ങനത്തെ കോള് വന്നിട്ട് ഇങ്ങനെ കടൽ പൊളിയാൻ തുടങ്ങിയ ആടെ ആൾ തെറിച്ച് വീണ് നമ്മൾ പോവില്ല. നമ്മൾ ഒരാളായിരിക്കും അവിടെ വീണേ. ഈ നമ്മൾ 5 എട്ടില്ലേ, ഈ 5 8 ശരീരം അതിലിപ്പം ഞാൻ സാരിയിലായ ഒരാൾക്ക് ഈ ബാക്കിയുള്ള 7 ആൾ വിടൂല. 7 ആൾ പറയും നമ്മളെ കൊല്ലം ഉണ്ടെന്ന്. അത് എല്ലാവർക്കും അതിൻ്റെ ഈ പറഞ്ഞ 6 ആൾ ചാകുന്ന തോണി മറിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലെ തോണിക്കാർ വരുന്ന രക്ഷപ്പെട്ടിട്ട് വന്നിന്. അവർക്ക് അങ്ങോട്ട് പോകാനൊന്നും അവരെ ഇപ്പോൾ കരയിൽ നിന്ന് ഞാൻ വേറെ തോണിയും താത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കരക്കെത്തി, ഞാൻ പറഞ്ഞില്ലേ കരയിൽ വന്നല്ലേ, ഇതായിട്ട് ഞാൻ പോയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പോകാൻ പറ്റാത്ത കൊണ്ട് തിരിച്ച് വന്നിട്ട് ഇവർ കരഞ്ഞിട്ട് പറയുന്നത് ഒന്ന് വേറെ ആൾ വരൂല. ഞാൻ ഇപ്പം പോകാൻ ഞാൻ കുറച്ച് എന്തായാലും നല്ല ചെറുപ്പവും നല്ലോണം നീന്തും. സാധാരണ വെറുതെ എല്ലാം നല്ലോണം ബോട്ട് വല വലിക്കുന്ന കടലിലെല്ലാം കരയുന്നു. പണിക്ക് പോകാത്ത ദിവസം നീന്തിയിട്ട് പോയി ബോട്ടും ചോറുന്നു. എന്നിട്ട് കുറേ കഴിഞ്ഞാൽ നീന്തിയിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെയല്ലോ ചെയ്യുന്നതുകൊണ്ട് ആ ആവശ്യത്തിൽ ഞാൻ കൂടെ വരാനാളുണ്ടാവില്ല. ഇതെല്ലാം പ്രയാസം. ഈ റഫ് വന്ന ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം മരിച്ചത് അവന് ഫോണെല്ലാം ഉണ്ട്. വല വിട്ടിട്ട് നീ വല നമുക്ക് കോള് കഴിഞ്ഞിട്ട് പോയിട്ട് പിടിക്കുക. ഉടമസ്ഥനാണ് ഒരുത്തം മരിക്കുന്നത്, ഒരു പച്ചി ഫാറൂഖ് എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ സ്ഥാപനമായതുകൊണ്ട് അവനക്ക് അത് ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. അവൻ അത് വിടുന്നില്ല. അവനാ മരിച്ചത്. അതിനകത്തുള്ള ബാക്കി 2 രക്ഷപ്പെട്ടു. ഇതാണ് ഇങ്ങനെ ഈ നമ്മളെ ഇപ്പം പിന്നെ ഏകദേശം ഒരു നമുക്ക് റിപ്പോർട്ടെല്ലാം കിട്ടിയാൽ അങ്ങനെ ഓടി വരാം. അന്ന് കടലിൽ നിന്ന് സംഭവിച്ച തണ്ട് വലിച്ചിട്ടെല്ലാം വരവെന്ന് പറഞ്ഞാൽ വമ്പ സാഹസികം തന്നെ. ഇപ്പം എഞ്ചിന് വന്ന് പിന്നെ ഇൻഫർമേഷൻ കിട്ടാനല്ലോ കുറേ സാഹചര്യമെല്ലാം ഉണ്ട്. വൈറസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം കൊണ്ട് അങ്ങനെയെല്ലാം കിട്ടും. ഇപ്പം എത്ര പുറത്തായാലും വൈറസ് കിട്ടുന്നുണ്ട്. എത്ര പടിഞ്ഞാറായാലും ആ ഏഴിമലയിലൊരു ഇൻഫർമേഷൻ തരുന്ന ഒരാളുണ്ട്. അപ്പോൾ മിലിറ്ററിക്കാരനായിട്ട് വന്നു. അയാൾ ഇതിൻ്റെ എന്തെങ്കിലും സൂചന ഉണ്ടെങ്കിൽ ഓൾറെഡി ഒരു ദിവസം മുന്നേ ഇപ്പം ഇൻഫർമേഷൻ്റെ തെറ്റാന്ന് ഇത്ര ജനം മരിച്ചേ. വടക്ക് മാറിയിട്ട് വിട്ടു എന്ന് പറഞ്ഞെങ്കിൽ കുറേ ഭാഗം രക്ഷപ്പെടും. ഇവരുടെ അടുത്ത് കരയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അവർ വിടുന്ന വരുന്നതിൻ്റെ കോളിൻ്റെ ഉള്ളിലേക്കാണ് ഓടിപ്പോയത്. പോയാലും പോയി. അത് പിന്നെ എന്തെന്നായാലും അത് നമ്മളെ കോഴിക്കോട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഭാഗത്ത് ശക്തി കുറവാണ്. യോക്കിയും സുനാമിയും ഈ രണ്ടും നമ്മൾ വടക്കൻ മേഖലയിൽ വളരെ കുറച്ച് ശക്തി കുറഞ്ഞിട്ടാണ് വന്നത്. ആ ഭാഗത്താണ് ഏറ്റവും പിന്നെ ആ തിരുവനന്തപുരം തമിഴ്നാടിൻ്റെ എല്ലാം ഭാഗത്താണ് അത് വളരെ ശക്തിയിലടിച്ചത്. നമ്മൾ ഈ ഭാഗത്ത് വളരെ ശക്തി കുറവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അവരെല്ലാം ഒന്ന് വടക്ക് മാറി കരയിൽ വടക്ക് ഭാഗത്തുള്ള കരയിലേക്ക് വിട്ടോന്ന് പറഞ്ഞാൽ കുറേ ഭാഗം രക്ഷപ്പെടും.
അവരോട് കരയിലേക്ക് വരാൻ മാത്രം പറഞ്ഞാൽ അവരവരെ കരയിലേക്ക് ഓടി. അത് അതിൻ്റെ ഹോക്കിൻ്റെ ഉള്ളിലേക്കാ ആ പ്രസ്ഥാനമെല്ലാം ഓടിക്കേറിയിട്ട് ഇന്ന് കാലവർഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥിരം കാലവർഷം ഉണ്ടായോ? ഒന്നുമില്ല. ഇത് ന്യൂനമർദ്ദം ഇപ്പോൾ മുമ്പെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായാലായി. ഇപ്പം മാസത്തിൽ രണ്ടും. ഇപ്പം ഈ മാസം മാത്രം എത്ര ന്യൂനമർദ്ദമായി? നാളെ ഉണ്ട് പോലും ഒരു ന്യൂനമർദ്ദം. ഉഷ്ണം നമ്മൾ സാധാരണ ഫെബ്രുവരി കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ് ഈ മാസമാണ് ഉഷ്ണം. ഇപ്പം എല്ലാ മാസവും മഴ പെയ്യുമ്പോൾ മാത്രം ഒരു ഇത്, അത് കഴിഞ്ഞാൽ ചൂട്. ഇനിയിപ്പോൾ അടുത്ത മാസം മറ്റേ നമ്മൾ കരയിൽ നിന്ന് കാറ്റുണ്ടാകുന്ന തണുപ്പുണ്ടാകുന്ന മാസമാണ് ഇത്. ഇനി ആകുമെന്ന് അങ്ങനത്തെ കാലാവസ്ഥ ഒന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷ. എന്തോ പ്രകൃതിക്ക് തന്നെ ഒരു മാറ്റം തന്നെ. പിന്നെ മത്സ്യക്കൂട്ടങ്ങളിലെല്ലാം കുറേ അന്യദിനപ്പെട്ടു. കാണാത്ത പല മീനും അന്നെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന പല മീനും ഇന്ന് കാണായിട്ട് വർഷങ്ങളോളെ എത്രയെല്ലാം വർഷമായി. മുമ്പെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഒരു 4-5 പ്രാവശ്യം ഏട്ട, വലിയ ഏട്ടയില്ലേ, ഏട്ട, തെരണ്ടി, വലിയ തെരണ്ടി, അത് ഒരു വർഷത്തിൽ 4 പ്രാവശ്യം 5 പ്രാവശ്യം ഈ ഐറ്റംസ് മീൻ. ആവൂലി അത് അതിനൊക്കെയായിട്ട് അതിൻ്റെ ഒരു മാസമാകുമ്പോൾ നമ്മൾ പോയാൽ കാണും ഈ ഐറ്റംസ് മീനൊന്നും. പിന്നെ ഈ മീനൊന്നും നമ്മളെ കടലിൽ നമ്മൾ തുയ്യെന്ന് പറയുന്നൊരു സാധനമുണ്ട്. രാത്രി ഈ വെളിച്ചം കാണുമ്പോൾ പോലെ കാണുന്നില്ലേ, മീനിലും കൊണ്ട് വെച്ചാൽ രാത്രി വെച്ചാൽ മീൻ അത് കടലിൽ വെള്ളം അങ്ങനെ ആവും, അങ്ങനെ ഉണ്ടാകും രാത്രിയെല്ലാം. ഇത് തട്ടിയ ഈ വലിയ മീനെല്ലാം സ്പീഡിൽ സ്ഥലം കലയും എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ രാത്രി നമ്മൾ ചുറ്റി വരുമ്പോൾ അതിന് ആ ഈ പറഞ്ഞ കളറിലാണ് വരാം, വെള്ള. അത് ഇതിൻ്റെ ഓടുമ്പോൾ കാണുന്ന ആ വെള്ള ഇത് രാത്രി ഇതിൻ്റെ അടുത്ത് വെച്ചല്ലേ പിന്നെ നമുക്ക് ഓടിയാലൊന്നും കിട്ടൂല, അത്ര സ്പീഡിലാണ് പോവാം. അന്നേരം തന്നെ മനസ്സിലാവും ഇത് നമ്മളതിനെ ഇങ്ങനത്തെ മീനാ വമ്മീൻ എന്നാ പറയുക. ഇത് ഈ ഏട്ട, തെരണ്ടി, വമ്മീൻ, അതായത് ഇത് വമ്മീൻ കൂട്ടാന്ന് നമുക്ക് ഓൾറെഡി അതിൻ്റെ സ്പീഡ് കാണുമ്പോൾ. അങ്ങനെ കടലിൽ എപ്പോഴും റെസ്റ്റില്ലാത്ത പോലെ ആയാലും ഇങ്ങനത്തെ മീനെല്ലാം നാട് കടന്നാണ്. ഇപ്പോൾ എത്ര വർഷമായി എന്നറിയാം കണ്ണൂർ ഒരു മത്തിൻ്റെ കൂട്ടം കാണാനായിട്ട്. കണ്ണൂരിൽ നിന്നല്ല, കേരളത്തിൻ്റെ അങ്ങനെ ഇങ്ങനത്തോളം മത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രയാസം തന്നെയാണ്. വർഷങ്ങളോളം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മത്സ്യമാണ്, മത്തിയാണ് ഇപ്പോൾ അധികവും നമ്മൾ കഴിക്കുന്നത് തമിഴ്നാട്ടിൽ. അത് പിന്നെ കടലും നമ്മൾ മറുപർ ഭാഗത്താണ് തമിഴ്നാട്ടിൻ്റെ കടൽ. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അങ്ങേ അറ്റം കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് ഒരു കടൽ മറിഞ്ഞിട്ട് തന്നെ ആ കൂട്ടം പോയി. കേരളത്തിൻ്റെ നമ്മളെ മത്സ്യത്തൊഴിലാളികളെ പ്രധാന മീനാണ്. നമ്മൾ വാക്കിൽ പറയും മക്കളെപ്പൂറ്റി, ഈ മത്തിനെ മക്കളെപ്പൂറ്റിന്ന് അങ്ങനെ പറയുന്ന ഒരു മത്സ്യം കൂടിയാണ്. കാണാനില്ലേറ്റായി അങ്ങനെ. പിന്നെ ബോട്ട് പ്രസ്ഥാനം അങ്ങനെ ഈ മാസമെല്ലാം പോയിട്ട് വലിച്ച 2 വല വലിച്ചാൽ ബോട്ടിലോടാ. ഈ കരിക്കാടി ചെമ്മി, മാന്ത, ഈ ഐറ്റംസ് എല്ലാം ആയിട്ട് ഈ സീസൺ സ്റ്റാർട്ടിങ് തന്നെ. പിന്നെ കൂന്തൽ, തള, അവലി, ഈ ഐറ്റം വെള്ളാവലില്ലേ, ഇതെല്ലാം ഇപ്പോൾ എപ്പോഴെങ്കിലും വന്ന അവലെല്ലാം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടല് 5 കിലോ. അത് 5 കിലോനിക്കും വലിക്കും 700-800 വില കിട്ടും. 5 കിലോനിക്കും വലിക്കും 20 കിലോ കിട്ടിയാൽ 10-20 ഉറുപ്പ്യക്കെല്ലാം ആവും അതിൻ്റെ ബാക്കിയുള്ള മീനെല്ലാം ആയിട്ട്. അന്നെല്ലാം എന്ന് പറഞ്ഞാൽ പുള്ളിക്കെടുക്കണോ ഇമാതിരി മീനല്ലോ വലിച്ചാൽ എല്ലാം കുറഞ്ഞ്. വോട്ട് പ്രസ്ഥാനം ഇനി കണക്ക് തന്നെ. ഇപ്പോൾ ഇന്ധന വില എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു 80 അങ്ങനെയല്ല, ഇപ്പോൾ 90 കടന്ന് 100-ലെത്തി. ഞാൻ പറഞ്ഞില്ലേ 60 പൈസ ആണ് എൻ്റെ ഓർമ്മയിൽ. ഈ മംഗലാപുരം പോർട്ടിൽ ഇവിടുന്ന് പണിയെടുക്കുമ്പോൾ 60 പൈസ ആണ് ഡീസൽ വില.
1 ലിറ്ററിന് 60 പൈസ മതി. അന്നേരം നമ്മൾ ഇവിടെ ഒരു പിന്നെ അനന്തൻ എന്ന് പറഞ്ഞ ആൾ ഒരു സാമ്യത അവളെ മുൻ കൗൺസിലറാണ് കണ്ണൂർ. ആ ബസ് സ്റ്റോപ്പിൽ അയാളെ ബോർഡ് കാണാം. അയാളാണ് തയ്യിൽ ഉള്ള ആ ബോട്ടായിരിക്കുമല്ലോ ഡീസൽ കൊടുക്കൽ. ബാരലിൽ കൊണ്ടുവരും. അവിടുന്ന് ഇവർക്ക് റീറ്റെയിൽ റേറ്റ്. പിന്നെ അതിൻ്റെ വില വർധനവ് ഇപ്പം ഇത്ര വില വർധനവ് 3-4 കൊല്ലം കൊണ്ടുണ്ടായതാണ്. ഇത്ര ഇപ്പം ഒരു 5-10 കൊല്ലം മുന്നേ വരെ ഒരു 35 ഉറുപ്പ്യക്കെല്ലാം ഡീസൽ ഉണ്ടായില്ലേ. ഒരു 10 വർഷം മുന്നേ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ 5-6 വർഷം കൊണ്ട് വമ്പം കയറ്റം. ഇത് നമ്മളെ പ്രസ്ഥാനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ 100 ലിറ്റർ വേണം. നമ്മൾ ഈ ചെറുതിന് ഒരു 100 ലിറ്റർ 10,000 ഉറുപ്പ്യ നമ്മൾ മാറ്റുക. ഇതെല്ലാം ആയിട്ട് ഒരു 5,000 ഉറുപ്പ്യൻ്റെ അതിൻ്റെ കരയിലെ ചിലവ് അത് ഇതെല്ലാം 5,000 ഉറുപ്പ്യ വേണം. 5,000 ഉറുപ്പ്യൻ്റെ മീൻ കിട്ടായിട്ട് എത്രയോ ദിവസം വരും. 10,000 ഉറുപ്പ്യ കിട്ടായിട്ടും വരും. ഒന്നുമില്ലായിട്ട് ഇപ്പോൾ ഈ ബോട്ട് എത്ര ദിവസമായി? 2 ദിവസം. ഇന്നലെയും പോയി, മെന്നൊന്നും പോയി, ഇന്നും പോയി. ഒന്നുമില്ല. ഒരു 50 ലിറ്റർ ആകുമ്പോൾ 150 ലിറ്റർ ആവും. 500 ലിറ്ററിലും കടയിട്ട് പണിക്കോ. പിന്നെ പോകാമെന്ന് പറഞ്ഞ് കെട്ടിയിട്ട ബോട്ട് കൊണ്ടി കൊടുത്തില്ല. ഇപ്പോൾ ഇവിടെ ബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 50 ബോട്ട് നമ്മൾ ഇവിടെ ഉണ്ടാവും. ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ബോട്ട് കയറിയില്ലേ, ആ സൈഡിലുള്ള എല്ലാം നമ്മൾ കണ്ണൂർ ഭാഗത്തുള്ള ബോട്ടാണ്. ഇവിടെ വരേണ്ട ബോട്ടാണ്. ഈ സമയം വരെ പണി വരാത്തതുകൊണ്ട് അങ്ങനെ പണി വരാതെ വന്ന്. പിന്നെ ഇപ്പോൾ കൂടുതലും നമ്മളെ നാട്ടിലെ ആൾക്കാരല്ല ബോട്ട് പ്രസ്ഥാനത്തിൽ പണിക്ക് വന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ അവർക്ക് ചിലവ് കൊടുക്കും. നമ്മളെ നാട്ടുകാരിൽ ചിലവിന് കൊടുക്കണ്ട. ബോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ പണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ വേറെ പണിക്ക് പോകും. അവർക്ക് ഡെയിലി ചിലവിന് കൊടുക്കും. അതെല്ലാം വിചാരിച്ചിട്ട് കുറേ കൂട്ടർ കൊണ്ടുവരുന്നില്ല. കൊണ്ടാകുന്ന കൂട്ടർ നഷ്ടമായി. അത് എപ്പോഴും നേക്കുമെന്ന് ഒരു രക്ഷയില്ല. ഇതാ സ്ഥിതി. ശരിക്കും പറഞ്ഞാൽ ഈ മത്തിയിലുള്ള വളരെ ടേസ്റ്റ് വ്യത്യാസമാണ്. അന്നത്തെ മത്തി ഒന്ന് മാസങ്ങളോളം തിന്നാലും പിന്നെ കറി ഇന്ന് വെച്ച് പിന്നെ ഈ പാചകം ചെയ്യുന്ന പാത്രങ്ങളിലും എന്തല്ലോ അന്ന് മണ്ണിൻ്റെ ചട്ടിയിൽ ആണ് നമ്മളെ കടലത്ത് 100% വീട്ടിലും മണ്ണിൻ്റെ ചട്ടിയില്ല. നമ്മളെ ചട്ടിയിലാണ് കറി. പിന്നെ അത് കറി എന്ന് പറഞ്ഞൊരു മത്തിക്കറി ഇന്ന് വെച്ച് എന്നിട്ട് പിന്നെ നാളെ അത് നാളെ മറ്റന്നാളായാലും ഈ ടേസ്റ്റ് കൂടുന്നല്ലായിട്ട് കുറയാൻ കഴിയില്ല. ഇന്ന് പിന്നെ എന്ത് ടേസ്റ്റിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറേയെല്ലാം ഈ ഐസ് മീൻ വരുമ്പോൾ അതിനകത്ത് ഇവരെന്തെല്ലാം കൃത്രിമയിലാക്കിയിട്ടുള്ള ടേസ്റ്റിന് വ്യത്യാസമാണ് ഇരിക്കാൻ കൂടുതൽ. പിന്നെ മാലിന്യം കടലിൽ പറയാൻ കഴിയാത്ത മാലിന്യം. അതിന് പുഴയിൽ ചാടിയാലും വന്ന് ചേരാ കടലിലാണ്. കടലിൽ ഉപേക്ഷിക്കുന്ന കൂട്ടരുമുണ്ട്. ഇപ്പം നമ്മളെ തൊഴിലാളികൾക്കും ബോധവന്മാരില്ലാത്ത കൂട്ടരാണ്. എന്തുകൊണ്ടെന്നറിയാം, കാലത്ത് വരുമ്പോൾ അവിടുന്ന് പാർസൽ വാങ്ങും. പാർസൽ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് കൊടുക്കാം. ഇത് കടലാസിൽ പൊതിഞ്ഞാലും പ്ലാസ്റ്റിക് കവർ ചെറിയ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് കൊടുക്കും. ഇത് 40 ആൾ 50 ആൾ പോകുന്ന 50 പ്ലാസ്റ്റിക് കവറുണ്ട്. ഇത് കഴിച്ചിട്ട് ആ 50 പ്ലാസ്റ്റിക് കവർ ചാടി ഇവിടെ കടയിൽ. അത് നമ്മളും ബോധവാന്മാരല്ലാത്തതുകൊണ്ടല്ലേ. അത് ഇപ്പോൾ അങ്ങനെ ഈ 50 ഉണ്ട് അവിടെ ഒരു കുറേ ഒരു ചാക്കിലാണ് ഇട്ട് വെച്ചിട്ട് കുറേ ആകുമ്പോൾ ഇവിടെ കൊണ്ടായിട്ട് എന്തെങ്കിലും ഞാൻ ഇതിൽ പോകുന്ന നമ്മൾ ഈ ആവലിൻ്റെ വല എന്ന് പറഞ്ഞൊരു പ്രത്യേക വലയാണ്. ഈ ബോട്ടിൻ്റെ ആവൽ പിടിക്കുന്ന വല വലിയ കണ്ണിയല്ലെന്ന്. ഇതിൻ്റെ കണ്ണീൻ്റെ എല്ലാ ഭാഗത്തും ഈ പ്ലാസ്റ്റിക് എല്ലാം കഴിച്ച് കൂട്ടി വെള്ളത്തിൽ അങ്ങോട്ട് വിടൂല. ഇതിനകത്ത് ബോട്ടിൽ തന്നെ വെക്കും. എല്ലാം കൊണ്ടായിട്ട് ഇവിടെ കുറച്ച് അധികമായ അവിടെ കൊണ്ടുപോയിട്ട് കത്തിക്കും. ഇത് നമ്മൾ തന്നെ ഇടുന്ന പിന്നെ എല്ലാവരും ഇടുന്നുണ്ടാവും. നമ്മൾ എങ്കിലും ഇടായിട്ടൊക്കെ ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായി. നമ്മൾ തോണിക്കാരി പാർസൽ കൊണ്ട് 40 ആളുടെ 40 ആൾക്ക് 40 കവറുണ്ടാവും. ഈ 40 കവറ് ഭക്ഷണം കഴിച്ചിട്ട് ചാടി കടലിൽ. ഇത് കേരളത്തിൽ അങ്ങനെ ഇങ്ങനത്തോളം ചാടുന്നുണ്ടാവില്ല. നേരെ മറിച്ചിട്ട് മംഗലാപുരം ടീം ഇപ്പോഴും ഒരു
മറ്റേ മണ്ണിൻ്റെ കൊടുക്കുക, അതിൻ്റെ പാത്രവും ഇതെല്ലാം ആക്കിയിട്ട് ഒരു മാലിലാക്കിയിട്ട് അങ്ങനെ ഭക്ഷണം കൊണ്ടുപോകും. ഒന്ന് പ്ലാസ്റ്റിക് കവറോ അങ്ങനെ ഒന്നും അവരൊന്നും കടലിൽ കൊണ്ടുപോകുന്നില്ല. നമ്മൾ ഇഷ്ടം പോലെ കൊണ്ടുപോകുന്നു. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പം മത്സ്യം വാങ്ങാൻ അതിൻ്റെ ആവശ്യത്തിനും കൊണ്ടുവരും, ഇതിനും കൊണ്ടുവരും. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് കടൽ നമ്മളെ കടപ്പുറം കൊണ്ടുവിടും. കടൽ കയറ്റത്തിന് ഇതെല്ലാം വലിച്ചിട്ട് കടലിൽ വരും. ചില ദിവസം ഈ വല വലിച്ചിട്ട് പൊന്തിച്ച ഈ കുട്ടികളെ പെമ്പസില്ലേ, ഇതിൻ്റെ എല്ലാം കൊലപ്പാ. ഇതൊന്നും പെട്ടെന്ന് നശിക്കൂലെന്ന് തോന്നുന്നു. ഈ സാധനമൊന്നും പെട്ടെന്ന് ഈ പ്ലാസ്റ്റിക് തന്നെ പൊടിഞ്ഞിട്ട് നശിക്കുന്നുണ്ടാവില്ല, കഷ്ണം കഷ്ണമായി പോകുന്നതല്ലായിട്ട് വേറെ അതിനാ ബാക്കി കടലാസുകളെല്ലാം ലയിച്ചു പോകുമായിരിക്കും. ഇത് അങ്ങനെ ലയിക്കുന്ന സമ്പ്രദായം ഇല്ലയെന്ന് തന്നെ എൻ്റെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ ചില ദിവസം ഇതിൻ്റെ പൊടി വാലിനെ ഇങ്ങനെ കണ്ട കച്ചറ കണ്ട അങ്ങനെ അതിനകത്തെല്ലാം കാണില്ലേ, ആ പൊടി പ്ലാസ്റ്റിക് പൊടിയാണ്. ഇത് ചില ദിവസം വാലിനെ കാണാൻ കഴിയില്ല. മാലിന്യം ഒരു പ്രത്യേക പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൽ ഈ ചെമ്മീനെല്ലാം മുട്ടയിടുക ഈ ശാന്തമായ ജാഗയിൽ വന്നിട്ടാണ്. ഈ ചാകര പറയുന്ന ഈ ചേറിൻ്റെ ഈ മുട്ട ചലിക്കായിട്ടൊക്കെ അതിൻ്റെ ജീവൻ്റെ ഒരു ഇത് പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലായ മുട്ട നശിച്ചു. ഇത് ആദ്യമല്ല, ഈ കരയിലെപ്പോഴും ചെമ്മീൻ്റെ പൊടിപ്പുണ്ടാവും. ഇപ്പം ഇല്ല, 3-4 വർഷമായി ഒന്നുമില്ല. പിന്നെ ബോട്ട് പ്രസ്ഥാനമല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 10 ദിവസം, ഇന്ന് പോയാൽ 10-15 ദിവസമെല്ലാം കടലിൽ നിന്നിട്ട് വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്ന പ്രസ്ഥാനങ്ങളാണ്. അതെല്ലാം അതിൻ്റെ കേച്ച് കിട്ടിയിട്ടുണ്ടെങ്കിലും മാത്രമേ പിടിച്ചു വെക്കാൻ കഴിയൂ. എന്ന് പറഞ്ഞാൽ അത്ര ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചിലവ് ഒരു പോക്കിന്. 4000-3000 ലിറ്റർ ഡീസൽ അടിക്കും, 200-250 ബ്ലോക്ക് ഐസ് കയറ്റും. പിന്നെ അതിൻ്റെ ഫുഡ് അത് ഇത് അത്ര ദിവസം നിൽക്കണ്ട, വെള്ളം ഇതെല്ലാം കയറ്റിയിട്ട് അത്ര ചിലവുണ്ട്. പണി കിട്ടി നല്ല സമ്പന്നരിക്കേ അത് നടത്താനും പറ്റൂ. സാധാരണക്കാർക്കൊന്നും അത് ആ പ്രസ്ഥാനം നടത്താൻ പറ്റില്ല. പിടിച്ചു വെക്കാൻ കഴിയണ്ടെങ്കിൽ സമ്പന്നരായിരിക്കണം. നല്ല ഒരു ട്രിപ്പ് പോയിട്ട് മോശമായിട്ട് വന്നാൽ 2 ലക്ഷം 3 ലക്ഷമാണ് കടകുന്നത്. ഇപ്പം അത് മരബോട്ട് എൻ്റെ സ്നേഹിതനുണ്ട് ഹരിശിവ എന്ന് പറഞ്ഞു, മരബോട്ടാണ് അയ്യക്കൽ. 1500 ഡീസലെല്ലാം കയറ്റിയിട്ടാണ് പണിക്ക് പോവാം. 2.25 ലക്ഷം ഉറുപ്പ്യൊക്കെ ഉണ്ടായാൽ 10,000 രൂപ കൈമെന്ന് കിട്ടണം. 2.5 ലക്ഷം ഉറുപ്പ്യ മീൻ വലിച്ച് വന്നിട്ടാന്ന് 10 രൂപ കൈമെന്ന് കിട്ടണം, 5 രൂപ കൈമെന്ന്. അത് 4 ലക്ഷം ഉറുപ്പ്യ 5 ലക്ഷം ഉറുപ്പ്യ മീൻ കിട്ടിയാലേ അവർക്കും എന്തെങ്കിലും കിട്ടുക. പിന്നെ അവരെ തൊഴിലാളികൾക്ക് അത് വേറെ രീതിയിലാണ്. നമ്മളിവിടെ ജോലി ചെയ്യുന്നത് ഫുൾ ചിലവ് കഴിച്ചിട്ട് 10,000 രൂപ ബാക്കിയുണ്ടെങ്കിൽ 40,000 തൊഴിലാളികൾക്ക്, അല്ല 4,000 തൊഴിലാളികൾക്ക്, 6,000 മുതലാളികൾക്കാണ്. അവിടെ തൊഴിലാളിക്ക് 10,000-ന് 2,800 രൂപ കൊടുക്കണ്ടു. അത് 10,000 രൂപ 1 ലക്ഷം രൂപ മീനുണ്ടെങ്കിൽ 28,000 രൂപ കൊടുക്കണം. അത് 1.5 ലക്ഷം രൂപ ഡീസൽ എത്തിയാലും ആ 28,000 രൂപ അവർ കൊടുക്കണം. അങ്ങനെ കുറേ മുതലാളിമാർ കടായിട്ട് ബോട്ട് വിറ്റ മുതലാളി ഈ നമ്മളിപ്പം പോയ അഴീക്കലുണ്ട്. ഇപ്പോൾ നമ്മളെ ചങ്ങായി അതിൻ്റെ മീൻ എക്സ്പോർട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന, അല്ല അതിൻ്റെ മത്സ്യം എടുക്കുന്നത് അവൻ, അതിൻ്റെ വിൽപ്പനക്കാരനും അവൻ. അതിന് 5% കമ്മീഷൻ എടുക്കൂ. 1 ലക്ഷത്തിന് 5,000 രൂപ കമ്മീഷൻ എടുക്കൂ. പിന്നെ അതിൻ്റെ ആ കയറ്റയക്കുന്ന മത്സ്യം എടുക്കൂ, അതിൻ്റെ തീറ്റ കൊടുക്കുന്ന അതും എടുക്കൂ. പിന്നെ അന്നേരം അതും എല്ലാം കൂടിയിട്ട് ഈ 10,000 രൂപ കൈമന്നിടേണ്ട വന്നാൽ ബാക്കി 5,000 രൂപ കമ്മീഷനില്ലേ. ഇപ്പോൾ 2.25 ലക്ഷം രൂപ വെച്ചിട്ട് 2.40 ചിലവ്, 30,000 രൂപ 32 രൂപ 33,000 രൂപ കമ്മീഷൻ എടുക്കും. അങ്ങോട്ടിട്ട് പിന്നെ ഇതിനകത്ത് നിന്ന് കിട്ടുന്നതും കിട്ടും. ഇപ്പം നിങ്ങളൊരു ബോട്ട് എടുത്തിട്ട് എന്നെ ബാബുവിനെ ഏൽപ്പിച്ച ബാബുവിനെന്തെങ്കിലും കിട്ടും, നിങ്ങൾക്കൊന്നും കിട്ടില്ല.
അവിടെ പ്രശ്നം. അങ്ങനെ കുറേ ഗൾഫിലും പോയിട്ട് വന്നിട്ടെല്ലാം അങ്ങനെ പ്രസ്ഥാനം ഇട്ടിട്ട് ഒന്നുമില്ലായിട്ട് പിന്നെ വിറ്റൊഴിവാക്കി കടവ് കയറി അങ്ങനെ ആയിട്ടെല്ലാം വിറ്റൊഴിവാക്കി കുറേ ആളായിരുന്നു. ഞാൻ ഒരു ബോട്ട് അവിടെ നിന്ന് എൻ്റെ ഒരു ചങ്ങായിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചങ്ങായി ഇങ്ങനെ അതിനകത്ത് പണിക്ക് പോയ ആൾക്ക് 1,15,000 റുപ്യ ഈ പറഞ്ഞ 28% കൊടുക്കാനുണ്ടായിട്ട് ബോട്ട് വിറ്റാണ്. പണിക്കാർക്ക് അങ്ങോട്ട് കൊടുക്കാൻ അവരെ ഷെയർ കൊടുക്കണം. ഇവനക്കൊന്നും കിട്ടിയിട്ടില്ല. അതാ ബോട്ട് വിറ്റ്. ബോട്ട് വാങ്ങിയാരോ എന്നോട് പറഞ്ഞാണ് എമിറേറ്റ്സ് എന്നാണ് ബോട്ടിൻ്റെ പേരുണ്ടായി. ഇവിടെ കൊണ്ടുവരുമ്പോൾ ബിസ്മില്ല എന്നാക്കി. കൂടുതൽ പിന്നെ ഏജൻറ്റുമാർക്ക് പോകുന്ന അവർക്ക് ലാഭങ്ങൾ ഉണ്ട്. അത് നമ്മൾ അങ്ങനെ എല്ലാവർക്കും അവർ ബിസിനസ്സിൽ ഇതെല്ലാം കച്ചവടം ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് കടയിലായിട്ട് ഇട്ട ആളുമുണ്ട്, നന്നായ ആളുമുണ്ട്. മുമ്പെല്ലാം മത്തി എന്ന് പറഞ്ഞാൽ ഒരു നല്ല വെള്ളം. ഇപ്പം മത്തിൻ്റെ ഇറച്ചി എടുത്താൽ ഈ മുകളിൽ ഇറച്ചി എടുത്താൽ ഒരു മുള്ള് ഉണ്ടാകാൻ പാടില്ല. മുമ്പൊന്നും ഉണ്ടാകും. അപ്പോൾ വയറിൻ്റെ ഭാഗം എടുത്താൽ ചെറിയ മുള്ളറിയും. ഇപ്പം അതിൻ്റെ ഇറച്ചി ഭാഗത്ത് മുള്ളുണ്ട്. അങ്ങനെയുള്ള ടേസ്റ്റ് വ്യത്യാസത്തെ. പിന്നെ കൂടുതൽ ആളും ഐസ് മീൻ എല്ലാ മീനും ഐസിലുന്നുണ്ടല്ലോ. ഇപ്പോൾ കടപ്പുറത്ത് നിന്ന് പിടിച്ചിട്ടുള്ള മീൻ ഓൾറെഡി തിന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പണിക്കാർ മാത്രമേ തിന്നുന്നുണ്ടാകുക. എല്ലായിട്ട് ആര് വാങ്ങിയാലും ഐസിഡായിട്ട്. ഇപ്പോൾ ഇവിടുന്ന് ഫ്രഷ് വാങ്ങിയാലും ഒന്ന് ഐസിടും. നമ്മളിപ്പോൾ ഇപ്പം കൊണ്ടുവരുന്ന മീനായാലും അവർ അവിടുന്ന് അതിനെ സെറ്റാക്കുമ്പോൾ ഐസിട്ടിട്ടാണ് സെറ്റാക്കുന്നത്. ഇത് നിങ്ങൾ വിപണനം എത്തുമ്പോൾ ഐസിട്ട മീനേ ഉണ്ടാകുന്നു. ഫ്രഷ് മീൻ തന്നെ അങ്ങനെ തന്നെ കൊണ്ടിട്ട് വിൽക്കുന്ന ആൾ കുറവ് തന്നെ. ഉണ്ടോയെന്ന് എനിക്ക് ഉണ്ടോയെന്ന് തന്നെ പറയാൻ കഴിയില്ല. അതിപ്പോൾ അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പണിക്കാർ മാത്രമേ ഇപ്പോൾ ഇടുന്ന് ഇപ്പോൾ ഞാൻ പിടിച്ച് നമ്മൾ മുറിച്ച് നമ്മൾ കറി വെച്ച് നമ്മളെ തിന്നുണ്ട്. നമ്മൾ പിന്നെ നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നു അങ്ങനെ ഐസൊന്നും ഇടില്ല. കാലാവസ്ഥക്ക് നിശ്ചയമില്ല എന്ന് പറഞ്ഞാൽ മുമ്പത്തെ മാതിരി ഒരു ഇൻഫർമേഷനൊന്നും ഇല്ലെങ്കിൽ ഇപ്പം ഇല്ലേ ചത്ത് തീരും. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ അങ്ങനെ പത്രത്തിൽ വരൂ, ടി വിയിൽ വരൂ, ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്, അതുണ്ട്. അങ്ങനെ ഇപ്പോൾ ആന്ധ്രയിൽ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചത് ഇത്ര മണിക്ക് വരുമോ എത്ര മണി കറക്റ്റായിട്ട് ആളെ ലൊഴിച്ച് താമസിപ്പിച്ചുകൊണ്ട് ഇപ്പം ബംഗാളിലും ആന്ധ്രയിലും എല്ലാവരും അത്ര ലക്ഷക്കണക്കിന് ആളെയൊന്നും ഒഴിച്ചോ താമസിപ്പിച്ചത്. അങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ മരണത്തിൻ്റെ കൂമ്പാരായിരിക്കില്ലേ. അന്നെന്ന് പറഞ്ഞാൽ പിന്നെ അന്നത്തെ സീനിയർ നമ്മളെ പണിക്കാരില്ലേ ഏകദേശം ചില കാർമേഘം കണ്ടവിടുന്നത് കിട്ടോ എന്നാലും അവർ അതിനെ രൂപഭാവം വലിയ ശക്തമായ കാറൊന്നും കണ്ട ചില കാറിൻ്റെ രൂപം കണ്ടവിടുന്ന് വിട്ടുവന്നു. ഇപ്പം ഇതിപ്പോൾ കോമ്പസ് ഞാൻ ഈ അയക്കർ ഓടിക്കുന്ന പണിക്ക് പോകും. ഒന്നുമില്ലാത്തതാണ്. ഒരു 25 മാറ് കഴിഞ്ഞാൽ കരയൊന്നും കാണില്ല. 25 ആളായി കഴിഞ്ഞാൽ കരയൊന്നും തെളിയില്ല. രാത്രിയായാൽ പിന്നെ ഒന്നും കാണില്ലല്ലോ, നക്ഷത്രമാണ്. അന്നേരം അത് നമ്മളെ ആ കൂടെ എൻ്റെ ഗുരുനാഥെ ഞാൻ പണി പഠിച്ചുകൊണ്ട് വന്ന ആളെ എക്സ്പോർട്ട് പണിക്കാരനാണ്. നല്ല അടിച്ചുപൊളി വെള്ളപ്പുറം പണി പഠിച്ച ആരും പൊട്ടാവില്ല, അങ്ങനത്തെ ഒരു പണിക്കാരനാണ്. അയാൾ എന്തും പറഞ്ഞു തരും. എന്തേ നമ്മളിപ്പോൾ ഇന്ന് നക്ഷത്രങ്ങൾ പിടിച്ചോ അങ്ങനെ. അതുകൊണ്ട് എനിക്ക് പിന്നെ ഇപ്പോൾ അതിൻ്റെ എത്ര പടിഞ്ഞാറ് പോയാലും രാത്രി തിരിച്ചു വരുമ്പോൾ പെട്ടിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പിടിച്ചാൽ മതി. അത് ഏകദേശം എനിക്ക് ചില നക്ഷത്രമുണ്ട്, അത് കരയിൽ നിന്ന് ഉദിക്കുന്ന നക്ഷത്രമാണ്. അത് നേരം വെളുക്കുമ്പോൾ ഇങ്ങ് പോവും. കരയിൽ നിന്ന് ഉദിച്ചു കൊണ്ടുവന്നതാണ്. അത് ഒരു പട്ടം പോലത്തെ ഇങ്ങനെ പട്ടത്തിൻ്റെ രൂപത്തിൽ ഒരു നാലും അതിൻ്റെ വാലും. ഈ പട്ടത്തിൻ്റെ രൂപമുള്ള ഇപ്പുറം കടന്നാലും വാലുണ്ടാവും ഈ ഭാഗത്ത്. ഇത് ഇങ്ങനെ ഒരു 4 ഇഞ്ച് നക്ഷത്രം. ഇതിങ്ങത്തുണ്ടെങ്കിൽ കുറേ സമയം കഴിയും. ഏകദേശം സമയം നമുക്ക് അതിനെ ഇതാക്കിയിട്ട് ഓടി വരാൻ പറ്റും. ഇത് എന്നെയും കാട്ടിയും പ്രായമുള്ള ആൾക്കറിയാത്തതുണ്ട്. ഇപ്പോൾ അയ്യക്കൽ ഒമാൻ തീരത്ത് നിന്ന് ഈ ഓലമീൻ എന്ന് പറഞ്ഞൊരു മീനുണ്ട്. അത് വലിയ കേര. ഇതെല്ലാം ഒമാൻ്റെ ബോർഡറിൽ ഒമാൻ കടലിൽ നല്ലോണം ഉള്ളതാണ്. അവിടെ പോയിട്ടാണ് മീൻ പിടിച്ചിട്ട് വരുന്നത്.
മീൻ മീൻ കടൽ തന്നെ മറിഞ്ഞു പോവും. ഞാനതല്ല പറഞ്ഞത്, ഏറെ വർഷം കൂടിയിട്ട് കണ്ണൂർ ഇപ്പോൾ വേട്ട കണ്ട ഇന്നലെ കണ്ണൂർ കാണാനായിട്ട് തന്നെ മുമ്പ് ഈ വേപ്പുകാരെന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്. രാവിലെ പോയിട്ട് ഒരു ഉച്ച കഴിയുമ്പോൾ വരും. കരയിലെ കാറ്റിന് അങ്ങോട്ട് പോവും, പടിഞ്ഞാറൻ കാറ്റിന് ഇങ്ങോട്ട് വരും. മൂന്ന് പായല്ല, നമ്മളിപ്പോൾ വരുമ്പോൾ ചെറിയ പായ് കെട്ടി വരുന്നില്ലേ, അങ്ങനത്തെ അല്ല, വലിയ പായ് തന്നെ, തുണിപ്പായ്. 2 ചതുരപ്പായും ഒരു സീവ് എന്ന് പറയും, കോണുള്ള. ഇങ്ങനെ 3 പായ്ക്കെല്ലാം വരാം. ഫുള്ള് ഏട്ടപ്പണിയാണ്. ഈ പല സൈസായിട്ട് ചെറിയ ഏട്ട, വലിയ ഏട്ട, ഏട്ടൻ്റെ തന്നെ പണിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു വർഷത്തിൽ 5 പ്രാവശ്യമല്ലോ ഏട്ടപ്പെടും ഈ വലയിൽ. നമുക്ക് അവിടെ ഇങ്ങനെ നമ്മൾ അവിടെയാണ് നേരെ പണി, കൂട്ടിയിടലാന്ന്. ചപ്പക്കാർ ഉണക്കിന് എടുക്കലാന്ന്. കൂട്ടി തലയിലെന്നിട്ട് നാട്ടുകാർ കൊണ്ടൊക്കെന്ന് തലക്കൊന്ന് തല ഉണക്കൂല. കൂട്ടിയിടില്ല. തെരണ്ടി, ഇങ്ങനത്തെ മീനെല്ലാം. തെരണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം കിട്ടുന്ന സൈസ് തെരണ്ടിയല്ല, ഒരു വാല് വലിയ തെരണ്ടി ആയിരിക്കും, വാല് ചെറുതിയ തെരണ്ടി. ഇതാണ് അങ്ങനെ. അതിനകത്ത് നമ്മൾ മേത്തരണ്ടി ഇതിൻ്റെ ചൊയയല്ലേ, ഉണക്കാനേ പറ്റൂ. മുഖം ഒരു ഡബിൾ ഇതിലുള്ള മുഖമാണ്. ശരിയായിട്ടിപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന മീനിന് സ്രാവ്, തെരണ്ടി, ഏട്ട, പിന്നെ അയില, മത്തി, ചെമ്മി, പിന്നെ അമ്പാട്ട, മണങ്ങ്, കറ്റില, കോലി. ഇതെല്ലാം ഈ കറ്റില, കോലി, പിന്നെ ബഗ്ദ, ഇങ്ങനെ കോര, ഇതെല്ലാം കറ്റില ഐറ്റംസ് മീനാണ്. മാന്ത, ഈ ചെറിയ മാന്ത, പടമാന്ത, കുഴിമാന്ത, പിന്നെ ഒരു അണ്ണാക്കപ്പിറ്റിന്ന് വിളിക്കുന്നതല്ല, അങ്ങനെ മാന്ത. സ്രാവ്, വെള്ളസ്രാവ്, ബേലസ്രാവ്, എരസ്രാവ്, കണ്ണൻകൂടി എന്ന് വിളിക്കുന്ന, ഇങ്ങനെ മുഖത്തിൻ്റെ 2 ഭാഗത്ത് കണ്ണ്, ഇതൊരു 2 കോടിക്ക് കണ്ണുള്ള കണ്ണൻകൂടി. അങ്ങനെ. പിന്നെ കള്ളസ്രാവ് എന്ന് പറഞ്ഞാൽ ഒരു കടലിലെ ഒരു അക്രമകാരിയാണ്. ഈ ആളെല്ലാം കടിക്കുമെന്നെല്ലാം പറയുന്നത്, ആളെല്ലാം കടിക്കുന്നതെന്ന് എൻ്റെ ഓർമ്മയിലുണ്ടായില്ല. അങ്ങനെ. പിന്നെ എല്ലാ മീനിലും ഇപ്പോൾ ഏട്ട, നാവേട്ട, വില്ലേട്ട, കരിയേട്ട, വെങ്കിടിയേട്ട, വെള്ളേട്ട, ഇനിയുണ്ട് ഏട്ട, കാഞ്ഞേട്ട. ഈ കാഞ്ഞേട്ട എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു കുറച്ച് മഞ്ഞ, തല വലുത്ത്, ശരീരം കുറവ്. വെങ്കിടിയേട്ട അങ്ങനെ തല കുഴപ്പമുണ്ടാവും, ரொம்ப ടേസ്റ്റുള്ള ഏട്ടയാണ്. അതിപ്പോൾ കാണാനില്ല. ഈ പുറം നീല കളറാണ്, വയറ് വെള്ളയും, അത് വെങ്കിടി. അങ്ങനെ പല ഐറ്റംസ് ഏട്ടുണ്ട് കടലിൽ. മുഷുവേട്ട കടലിലുണ്ട്, നല്ല ടേസ്റ്റുള്ള മുഷുവേട്ട. ഏട്ട ഐറ്റംസ് അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ ചെമ്മീൻ ഐറ്റംസ് എത്രയുണ്ട്? കരിക്കാടി, പൂവാല, കഴന്ത്, നാര്, കാര, ചിറ്റ, അങ്ങനെ കുറേ ഐറ്റംസ് ചെമ്മീനുണ്ട്. മത്തി അയിലും മത്തി അയിലും തന്നെ ഉള്ളൂ. അയക്കൂറ, അങ്ങനത്തെ മീനെല്ലാം. ഇങ്ങനത്തെ കുറേ സൈസ് ഉള്ള കുറേ മീനുണ്ട്. കുറേ രൂപം മാറ്റമാണ് ഈ മീനിക്കല്ലോ, ഐറ്റംസിന് രൂപം മാറ്റമാണ്. ബാക്കി ഒരു വിധം മീനല്ല, നമ്മളിപ്പോൾ ചെറിയ മീനെല്ലാം അതിൽ മാന്തേ ഉള്ളൂ. പല സൈസിൽ മാന്ത കുറേ സൈസ് ഉണ്ട് മാന്ത. ഇപ്പം പടമാന്ത എന്ന് പറഞ്ഞാൽ പടമാന്ത തന്നെ. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ട അത് പരമാവധി വണ്ണം അതിൻ്റെ ഒരു അത്രയാവും, പിന്നെ വലുതാകുന്നില്ല. ഇതിൻ്റെ അല്ലാത്തൊരു പമ്പം വഴുക്കലുള്ളതുണ്ട്, അതിന് നമ്മൾ കുയ്മാന്ത മണ്ണിൽ ചവിട്ടി പിടിക്കുന്ന സൈസ് കുയ്മാന്താന്ന് പറയും. പിന്നെ ഒരു വട്ടം മാത്രം ഇത്ര മാത്രം വണ്ണം വെക്കുന്ന ചെട്ടിനെ കൊന്ന മാന്താണ് ആദ്യം പറയാം. എന്ന് പറഞ്ഞാൽ ആരെല്ലാം ഇങ്ങനെ കടിച്ചു അങ്ങനെ അങ്ങനെ അങ്ങനത്തെ മാന്തണ്ട്. ചില ദിവസമെല്ലാം മറിച്ചാൽ നല്ല സ്റ്റൈല് സൈസ് മാന്തണ്ട്.